ഹല്ലേലൂയ. വേഗം വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ദി ഹോളി സ്പിരിറ്റ് ചിറ്റയമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തുള്ള എല്ലാ പ്രേക്ഷകരെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഹാർദവമായ സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസം എടുത്ത ഒരു ചെറിയ ചിന്തയുടെ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്കൊരു സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരിക്കേണ്ടതിന് പിന്നെയും വന്നു നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. തോമസ് അവനോട്, കർത്താവേ, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയുമെന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും എൻ്റെ പിതാവിൻ്റെ അടുക്ക് എത്തുന്നില്ല. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, നിൻ്റെ വചനമായി നിൽക്കുമ്പോൾ അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു. ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ, അന്ധകാര കോട്ടകൾ ഉടരട്ടെ, പൈശാചിക മണ്ടകൾ തകർന്നു മാറട്ടെ. അർത്തുബ ശബല ഘടകസ്ഥിയ അർത്ഥേ ദുഗോണ ശംധരിയ ദവസ്തി ഗബസ്തിയ അർബ ഹതനഗസ്തിയ കുടുംബ മണ്ഡലങ്ങളിൽ അതേ നീതി പ്രവർത്തിക്കുവാൻ പറ്റാത്ത പിന്നോട്ട് വലിക്കുന്ന വ്യക്തി മണ്ഡലങ്ങളിലെല്ലാം ഇരുട്ടിൻ്റെ ശക്തികൾ യേശുവിൻ നാമത്തിൽ മാറട്ടെ. വചനമായി നിൽക്കുമ്പോൾ അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു. ഹൗഷേ ഹത്തുറു ഹന്തിയ, കഥാവേ, നീ ജനത്തോട് സംസാരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, തൻ്റെ ശിഷ്യന്മാരുടെ വരും ദിവസങ്ങളിൽ വരുന്ന അനർത്ഥം കണ്ടുകൊണ്ടാണ് യേശു നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ. ഇന്ന് അനേകരോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, യേശു ക്രിസ്തുവിൽ വിശ്വസിപ്പിൻ. അനേകരെ ക്രിസ്തുവിനെ അറിയാത്തവരുണ്ട്. നീ നിത്യജീവൻ നേടണമെങ്കിൽ ഒന്ന് ക്രിസ്തുവിൻ്റെ ശിഷ്യനാകണം. നീ ക്രിസ്തുവിൻ്റെ ശിഷ്യനായെങ്കിൽ മാത്രമേ നിനക്ക് നിത്യജീവൻ അവകാശപ്പെടുവാൻ, നിത്യജീവനിൽ വസിക്കുവാൻ സാധിക്കത്തുള്ളൂ. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും എൻ്റെ പിതാവിൻ്റെ അടുക്കൽ ചെല്ലുകയില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, വഴിയാകുന്ന ക്രിസ്തു, ജീവനാകുന്ന ക്രിസ്തു, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും എൻ്റെ പിതാവിൻ്റെ അടുക്കൽ എത്തുകയില്ലെന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട്, നമ്മളോട് കർത്താവ് വളരെ വ്യക്തമായി പറയുകയാണ്. നീ നിത്യജീവിതത്തിൽ കടക്കുവാൻ, നിത്യതയിൽ കടക്കുവാൻ നീ കർത്താവിൻ്റെ ശിഷ്യനാകണം. അതിന് നീ നീതി പ്രവർത്തിക്കുന്നവനായി മാറണം. നീതി പ്രവർത്തിക്കാതെ ശിഷ്യനാകുവാൻ സാധ്യമല്ല. എൻ്റെ പ്രിയ സഹോദരന്മാരെ, നമ്മൾ നീതി പ്രവർത്തിക്കുന്നവരായി മാറണം. ലോകത്തിൻ്റെ നീതിയുണ്ട്, ദൈവത്തിൻ്റെ നീതിയുണ്ട്. ദൈവനീതി പ്രവർത്തിക്കുന്നവൻ, വിശുദ്ധിയോടെ ജീവിക്കുന്നവൻ മാത്രമേ നിത്യതയിൽ വസിക്കത്തുള്ളൂ. അല്ലാതെ മദ്യപിച്ചും മറ്റും നടക്കുന്നവർക്ക്, ദൈവത്തിൻ്റെ വചനത്തിന് വിപരീതമായി ജീവിക്കുന്നവർക്ക് ഒരിക്കലും നിത്യതയിൽ കടക്കുവാൻ സാധിക്കത്തില്ല. നീ ദൈവത്തിൻ്റെ നീതി പ്രവർത്തിക്കുന്ന വ്യക്തിയായി മാറണം. ദൈവത്തിൻ്റെ ശബ്ദം അത് കേട്ട് അത് ഏറ്റെടുത്ത് അത് പ്രവർത്തിക്കുന്ന മനുഷ്യനായി മാറണം. അവിടാണ് നിനക്ക് നിത്യജീവനെ നേടുവാൻ സാധിക്കുന്നത്. ദൈവത്തിൻ്റെ നീതി, അവർ ദൈവത്തിൻ്റെ
അവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. റോമർക്കെതിരെ ലേഖനം അതിൻ്റെ 10:3 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. അവർ ദൈവത്തിൻ്റെ നീതിയെ അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. ഇന്ന് അനേകരുടെ സ്ഥിതി ഇതാണ്. ദൈവത്തിൻ്റെ നീതിയെ അനുസരിക്കാതെ, ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെടാതെ സ്വന്തം നീതി അന്വേഷിച്ചു പോകുന്ന അനേക കുടുംബങ്ങളെ, അനേക സഹോദരന്മാരെ നമുക്കറിയുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെടാതെ സ്വന്തം നീതിക്ക് കീഴ്പ്പെട്ട ഒരു പിതാവിൻ്റെ കഥ എനിക്കറിയാം. തൻ്റെ മക്കളെ എല്ലാം ഉന്നതിയിൽ ഒരുവിധം രീതിയിൽ വളർത്തി അവർക്കെല്ലാം വസ്തുക്കൾ ഉണ്ടാക്കി കൊടുത്ത്, എന്നാൽ ആ പിതാവ് ദൈവത്തിൽ ആശ്രയിക്കാതെ തൻ്റെ മക്കളിൽ ആശ്രയിച്ച ഒരു പിതാവിൻ്റെ കഥ ഞാൻ ഒരു പാട്ടിലൂടെ നിങ്ങൾക്ക് അത് പറഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും. എന്നാൽ പാട്ടിലൂടെ നിങ്ങൾക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. ജീവിച്ച കാലം മക്കളെ മാത്രം സ്നേഹിച്ചു ഞാനെൻ പിതാവേ. ജീവിച്ച കാലം മക്കളെ മാത്രം സ്നേഹിച്ചു ഞാനെൻ പിതാവേ. മക്കളിൽ മാത്രം പ്രത്യാശ വച്ചു ഞാൻ ജീവിതമെല്ലാം അവർക്കായി ഭോവിച്ചു. ജീവിച്ച കാലം മക്കളെ മാത്രം സ്നേഹിച്ചു ഞാനെൻ പിതാവേ. രോഗിയായി മാറി ഞാൻ പരവേശനായപ്പോൾ മക്കളൻ ചാരത്തു വന്നു പോയി കണ്ടില്ല. രോഗിയായി മാറി ഞാൻ പരവേശനായപ്പോൾ മക്കളൻ ചാരത്തു വന്നു പോയി കണ്ടില്ല. ആദി പിടിച്ചു ഞാൻ തളർന്നു കഴിഞ്ഞപ്പോൾ മക്കളൻ സ്വത്തിനായി കീറി മുറിക്കുന്നു. ജീവിച്ച കാലം മക്കളെ മാത്രം സ്നേഹിച്ചു ഞാനെൻ പിതാവേ. അനാദി മുതലേ എന്നെ അറിഞ്ഞവൻ ദൈവമാത്രമെന്ന് ഞാൻ അറിഞ്ഞു. അനാദി മുതലേ എന്നെ അറിഞ്ഞവൻ യേശു മാത്രമെന്ന് ഞാൻ അറിഞ്ഞു. മക്കളിൽ പ്രത്യാശ വച്ചിടല്ലേ നിങ്ങൾ, യേശുവിൽ മാത്രം വിശ്വസിക്കും. ജീവിച്ച കാലം മക്കളെ മാത്രം സ്നേഹിച്ചു ഞാൻ എൻ പിതാവേ. മക്കളിൽ മാത്രം പ്രത്യാശ വച്ചു ഞാൻ ജീവിതമെല്ലാം അവർക്കായി ഭോവിച്ചു. ജീവിച്ച കാലം മക്കളെ മാത്രം സ്നേഹിച്ചു ഞാൻ എൻ പിതാവേ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ഒരു മക്കളെ ആശ്രയിച്ച, ദൈവത്തിൽ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കാതെ, ദൈവത്തിൻ്റെ നീതി പ്രവർത്തിക്കാതെ ലോകത്തിൻ്റെ നീതി പ്രവർത്തിച്ച ഒരു പിതാവിൻ്റെ കഥയാണ് നിങ്ങളോട് പറഞ്ഞത്. ആ പിതാവിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കാതെ തൻ്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം തൻ്റെ മക്കൾക്ക് കൊടുത്തുകൊണ്ട് ദൈവത്തിന് 2ഉം 3ഉം സ്ഥാനം കൊടുത്ത് ജീവിച്ച ഒരു പിതാവ്. തൻ്റെ മരണം വളരെ പ്രയാസകരമായ മരണമായിരുന്നു. അതേ, വളരെ പ്രയാസപ്പെട്ടുള്ള മരണമായിരുന്നു. എന്നാൽ ആ പിതാവ് ക്രിസ്തുവിനെ അറിയുവാനിട വന്നില്ല. ഇത് ഒരു
കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നടന്ന സംഭവമാണ്. 10-15 വർഷങ്ങൾക്ക് മുമ്പേ നടന്ന സംഭവങ്ങളാണ്. ആ പിതാവിനെ എനിക്ക് ശുശ്രൂഷിക്കുവാനിട വന്നു. അവരൊരു മറ്റ് സമുദായത്തിലുള്ള ആളായതുകൊണ്ട് വളരെ പ്രയാസകരമായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ദൈവത്തിൻ്റെ നീതി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിൻ്റെ ശിഷ്യനാകുവാൻ സാധിക്കത്തുള്ളൂ. ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആർക്കും നിത്യതയിലെത്തുവാൻ സാധിക്കത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, അവർ ദൈവത്തിൻ്റെ നീതിയെ അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനമാകുന്നു. ന്യായപ്രമാണത്തിലുള്ള നീതിയെ സംബന്ധിച്ച് അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കും എന്ന് മോശ എഴുതിയിരിക്കുന്നുവല്ലോ. വിശ്വാസത്തിലുള്ള നീതിയോ ഇവണ്ണം പറയുന്നു: ക്രിസ്തുവിനെ ഇറക്കണമെന്ന് വിചാരിച്ച് ആർ സ്വർഗത്തിൽ കയറുമെന്നോ, ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും കയറ്റുവാനുള്ള ദൈവഹിതം ഇന്നതെന്നും കയറ്റണമെന്ന് വിചാരിച്ച് ആർ പാതാളത്തിൽ ഇറങ്ങുമെന്നും നിൻ്റെ ഹൃദയത്തിൽ പറയരുത്. എന്നാൽ അത് എന്തു പറയുന്നു? വചനം നിനക്ക് സമീപമായും നിൻ്റെ വായിലും നിൻ്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസവചനം തന്നെ. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നും നീ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്തിൽ അരുൾ ചെയ്യുന്നുവല്ലോ. യഹൂദനെന്നോ യവൻ എന്നോ വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം അവൻ സമ്പന്നനാകുന്നു. കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, കർത്താവായ യേശുവിലെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. നീ കർത്താവിൻ്റെ ശിഷ്യനാകണമോ? അതെ, നീ ക്രിസ്തുവിൽ കടന്നു വരണം. നീ നീതി പ്രവർത്തിക്കുന്നവനായി മാറണം. എന്നെങ്കിൽ മാത്രമേ നീ കർത്താവിനെ അതേ രക്ഷിതാവായി സ്വീകരിക്കുവാൻ സാധിക്കത്തുള്ളൂ. നീതി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നീ ക്രിസ്തുവിൻ്റെ ശിഷ്യനാകുവാൻ സാധിക്കത്തുള്ളൂ. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 18, 19, 20 വാക്യങ്ങൾ. യേശു അടുത്തു ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിച്ച്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നീ ക്രിസ്തുവിൻ്റെ ശിഷ്യനാകണമെങ്കിൽ, നീ നിത്യജീവനിൽ കടക്കണമെങ്കിൽ, നീ സ്വർഗീയ രാജ്യത്തിൽ കടക്കണമെങ്കിൽ, 1, അതേ നീ കർത്താവിൻ്റെ ശിഷ്യനാകണം. 2, നീ രക്ഷിക്കപ്പെടണം. 3, നീ പരിശുദ്ധാത്മാവിനാൽ നിറയണം. അതേ നീ ക്രിസ്തുവിനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കണം. അതെ ഇത് ചെയ്തെങ്കിൽ മാത്രമേ നിത്യരാജ്യത്ത് നിനക്ക് പോകുവാൻ സാധിക്കത്തുള്ളൂ. യേശു അടുത്ത് ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യന്മാരാക്കിക്കൊള്ളുവിൻ. ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് ഉണ്ടെന്ന് അരുൾ ചെയ്തു. എൻ്റെ പ്രിയ സഹോദര, നീ ക്രിസ്തുവിൻ്റെ ശിഷ്യനായെങ്കിൽ മാത്രമേ നിത്യതയിൽ പോകുവാൻ സാധിക്കത്തുള്ളൂ. ശിഷ്യനല്ലാത്തവന് അധികാരമില്ല. ശിഷ്യനുണ്ടെങ്കിൽ ഭൂതങ്ങളെ പുറത്താക്കുവാൻ അധികാരം, രോഗികളെ സൗഖ്യമാക്കുവാൻ അധികാരം, പൈശാചിക മണ്ഡലത്തിൻ്റെ മേൽ അധികാരം, ഏത് പ്രശ്നത്തിൻ്റെ മേൽ ധരണം ചെയ്യുവാൻ അധികാരമുണ്ട്. നീ ശിഷ്യനായാൽ
നിത്യതയിൽ പോകുവാൻ സാധിക്കും. നീ ശിഷ്യനായാൽ, വെറും ശിഷ്യനായാൽ പോരാ, വിശുദ്ധിയിൽ ജീവിച്ചാൽ അത് നിനക്ക് നിത്യതയിൽ പോകുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നീ കർത്താവിൻ്റെ നീതി പ്രവർത്തിക്കുന്ന വ്യക്തിയായി മാറട്ടെ. നിങ്ങളുടെ ഹൃദയം പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിൽ വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലമുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഈ വചനമുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.